കർത്തൃസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. 118 സങ്കീർത്തനം 24 തിരുവചനം. കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്, സന്തോഷിച്ച് ഉല്ലസിക്കുക. എന്തിനു വേണ്ടി കർത്താവ് ഒരുക്കി? ഉല്ലാസത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എന്താണ്? എൻ്റെ ദൗത്യം, എൻ്റെ വിളി ഇന്ന് കർത്താവ് ഒരിക്കൽ കൂടി എന്നെ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് വിളി? അവിടുത്തെ സുവിശേഷത്തിന് സാക്ഷികളാകാൻ വേണ്ടി എന്നെ വിളിച്ചു, നമ്മെ വിളിച്ചു. അപ്പോൾ നാം ആരാണ്? നാം പ്രേക്ഷിതനാണ്, പ്രേക്ഷിതയാണ്. അതായത് അയക്കപ്പെട്ടവനാണ്, അയക്കപ്പെട്ടവളാണ്. എന്തിനു വേണ്ടി? അവിടുന്ന് എന്നോട് പറഞ്ഞു, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എൻ്റെ സുവിശേഷത്തിന് സാക്ഷികളാകുവിൻ എന്ന്. ഈ സാക്ഷി നൽകാൻ എന്നിലുള്ള മനുഷ്യശക്തിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അത്യുന്നതങ്ങളിൽ വരുന്ന ശക്തി, കർത്താവ് അയക്കുന്ന ശക്തി, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി എന്നിൽ നിറയുമ്പോൾ, അഭിഷേകമാകുമ്പോൾ ഈ സുവിശേഷത്തിന്, എൻ്റെ ദൗത്യ നിർവഹണത്തിന് ഞാൻ ശക്തനാകും, ശക്തയാകും. അതിനാൽ ഈ ആത്മാവിനാൽ നിറയപ്പെടുന്നതിന് വേണ്ടി, നയിക്കപ്പെടുന്നതിന് വേണ്ടി, അഭിഷേകം ആകുന്നതിന് വേണ്ടി കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ അല്പസമയം സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിലുള്ള ആത്മാവിനെ ഉണർത്തണം, എന്നിലുള്ള ആത്മാവിനെ ഉണർത്തണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മന്ദീഭവിച്ചുപോയ ആത്മാവ് ശക്തി പ്രാപിക്കണം. അതിനുവേണ്ടി ആഗ്രഹിച്ചു സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹായനായ ആത്മാവിൽ നിറയട്ടെ, ആത്മാവിന്റെ വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം, ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 അവിടുന്ന് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാല് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. എവിടെ? ലോകം മുഴുവനും ഇന്ന് വിളവെടുക്കാൻ പാകമായി വിളഞ്ഞു കിടക്കുന്നു. പക്ഷേ വേലക്കാരില്ല. ഈ വേലക്കാർ വരണം. അവരെ വിശ്വസ്തരായ ഭൃത്യരെ പോലെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് വിളവ് ശേഖരിക്കണം. അതിനുവേണ്ടി നമ്മെ ശക്തിപ്പെടുത്തുന്ന ആത്മാവാൻ നിറയുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ ജയിച്ചിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ ജയിച്ചിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ
മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. ഈ ശക്തി എന്നിൽ നിറയുന്നതിന് വേണ്ടിയിട്ട് എന്നിലൂടെ ലോകം മുഴുവൻ കത്തിപ്പടരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കാര്യങ്ങൾ കൊടുത്ത് നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അവിടുന്ന് എന്നോട് പറഞ്ഞു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ നിന്നെ ഞാൻ അയക്കുന്നു എന്ന്. എന്തിന്? ചെന്നായ്ക്കളുടെ ഇടയിൽ ചെന്ന് ചെന്നായ്ക്കളെ പോലെ ആകുന്നതിന് വേണ്ടിയല്ല, ചെന്നായ്ക്കളെ പോലും കുഞ്ഞാടുകളാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ചുറ്റിലും നിന്ന് വരുന്ന കല്ലുകളുടെ നേരെ നോക്കാതെ, കല്ലെറിയാൻ പ്രേരിപ്പിക്കുന്ന നേരെ നോക്കാതെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി മുഴുവൻ വേദന മുഴുവൻ സഹിച്ചപ്പോൾ എസ്തപ്പാനോസ് സ്വർഗീയ മഹത്വം ദർശിച്ചു. അതുപോലെ തോമാസ് ലീഹ, വിശ്വാസത്തിന്റെ പിതാവായ തോമാസ് ലീഹ, ഭാരത അപ്പോസ്തലൻ തോമാസ് ലീഹ തൻ്റെ നെഞ്ചിന് നേരെ വരുന്ന കുന്തത്തെ നോക്കാതെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അവിടെ ദൈവമഹത്വം ദർശിക്കുവാൻ വിശുദ്ധന് സാധിച്ചുവെങ്കിൽ, തൻ്റെ നേരെ ഉയർത്തിയ കത്തിയുടെ നേരെ നോക്കാതെ വാഴ്ത്തപ്പെട്ട റാണി മരിയ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗമഹത്വം ദർശിച്ചുവെങ്കിൽ, ഈ ദർശനത്തിലൂടെ, ഈ സഹനത്തിലൂടെ കുഞ്ഞാടുകളാക്കാൻ സാധിച്ചുവെങ്കിൽ, ഈ ശക്തിയാണ് എന്നെ നിറച്ചു തന്നിരിക്കുന്നത്. ഈ ശക്തി അഭിഷേകമാകുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു, ഹല്ലേലൂയ, 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 യേശു, ഹല്ലേലൂയ, 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 യേശു, ഹല്ലേലൂയ, 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 യേശു, ഹല്ലേലൂയ, 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 യേശു, ഹല്ലേലൂയ, യേശു, ഹല്ലേലൂയ, 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 യേശു, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തകൻ പറയുന്നു, 119 സങ്കീർത്തനം 130 തിരുവചനം, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ എങ്ങും പ്രകാശം പരക്കുന്നു. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. എങ്കിൽ പ്രകാശമായ യേശുവിൻ്റെ ആ പ്രകാശം കടന്നില്ലാത്ത അനേകം ഗ്രാമങ്ങൾ, അനേകം പ്രദേശങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്, ലോകത്തിൽ മുഴുവനുണ്ട്. സുവിശേഷം ഭാരതത്തിലെത്തിയിട്ട് 2000 വർഷങ്ങൾ കഴിഞ്ഞു എങ്കിലും ഇന്നും 2% മാത്രമായി നിൽക്കുന്ന കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം നോക്കുക. അപ്പോൾ ഇനി പ്രകാശം അനേകം ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. ഇരുട്ടിൽ കഴിയുന്ന മക്കൾക്ക് പ്രകാശമായി അവിടുത്തെ വചനം കടന്നു ചെല്ലണം. മാത്രമല്ല, ഈ വചനം ഇന്നും അച്ചടിച്ചിട്ടില്ലാത്ത അനേകം ഭാഷകൾ ഇന്ന് ഭാരതത്തിൽ തന്നെയുണ്ട്. ലിപികളില്ലാത്ത ഭാഷകളുണ്ട്. ലിപികളില്ലാത്ത ഭാഷകളിൽ ലിപികൾ ഉണ്ടാവണം. അച്ചടിക്കാത്ത ഭാഷകളിലെ വചനം അച്ചടിക്കപ്പെടണം. അങ്ങനെ വചനമായ യേശുവാകുന്ന പ്രകാശം അവിടേക്ക് കടന്നു ചെല്ലണം. എല്ലാവരും പ്രകാശത്തിൻ്റെ മക്കളായി മാറണം. അന്ധകാരത്തിൽ കഴിയുന്ന ജനം പ്രകാശം കണ്ടു എന്നുള്ള ആ വലിയ സന്ദേശം ഈ സമയവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രകാശമായി മാറാൻ, പ്രകാശത്തിൻ്റെ വചനം എത്തിക്കുവാൻ ഉള്ള
എൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകാൻ തക്ക വിധം ഞാൻ ശക്തിയാവുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഉന്നതത്തിലുള്ള ശക്തിയാൽ നിറയപ്പെടുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ. ഇന്നിൻ്റെ ആവശ്യം പ്രാർത്ഥിക്കുന്നവര് മാത്രമല്ല, പ്രവർത്തിക്കുന്നവരാണ് കർത്താവിന് ആവശ്യം. തോമാസിലെ പറഞ്ഞില്ലേ, നമുക്കും അവനോട് കൂടി പോയി മരിക്കാമെന്ന്. ഈ വിളിയാണ് ഇന്ന് എന്നെ നയിക്കേണ്ടത്. ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യം രക്തസാക്ഷികൾ ആവുകയാണ്. അതിലപ്പുറത്തേക്കൊരു ദൈവവിളി ഇല്ല. കാരണം ഇന്ന് എല്ലായിടത്തും പ്രതികൂല സാഹചര്യങ്ങളാണ്. സുവിശേഷത്തിൻ്റെ പ്രത്യേകിച്ച് പ്രതികൂല സാഹചര്യങ്ങളുള്ളത്. നിയമങ്ങൾ പോലും പലപ്പോഴും ഇതിനെ തടസ്സപ്പെടുന്ന നിയമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് രക്തസാക്ഷി ഏത് നിമിഷവും നമുക്ക് അവനോട് പോയി മരിക്കുക എന്നുള്ള ആ വിളി, ആഹ്വാനം എന്നിൽ നിറഞ്ഞു നിൽക്കണം, എന്നിൽ നിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വിളി ഇതാണ്. എന്ത്? രക്തസാക്ഷിയാവുക, സുവിശേഷത്തിന് വേണ്ടി മരിക്കുക. അതാണല്ലോ ഇന്നും അനേകം ഭീകരരുടെ മുമ്പിൽ കഴുത്ത് കെട്ടിക്കൊടുക്കുവാൻ ക്രിസ്തു വിശ്വാസിക്ക് ഇന്ന് സാധിക്കുന്നത്. ഈ വിളിയാണ് എനിക്ക് ഉള്ളത് എന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെ ഈ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ എന്നെ ശക്തനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു പഠിപ്പിച്ചത് മുഴുവനും സ്വന്തം ജീവിതമാണ്. അതായത് യേശു ജീവിതമാണ് പഠിപ്പിച്ചത്. എങ്കിൽ ജീവിത സാക്ഷ്യം കൂടാതെ എനിക്കൊരിക്കലും പ്രേക്ഷിതയാവാൻ സാധിക്കുകയില്ല. ജീവിതമാണ് ഏറ്റവും വലിയ പ്രഘോഷിക്കുന്നതാണ് ജീവിച്ച് കാണിക്കേണ്ടത്. അതിനുള്ള കരുത്ത് നമുക്ക് കിട്ടണം, ആ ശക്തി നമുക്ക് കിട്ടണം. കാരണം നമ്മൾ ഒത്തിരിയേറെ പ്രതികൂലങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒത്തിരിയേറെ വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടതുണ്ട്. അതിനുള്ള കരുത്ത് നമുക്ക് കിട്ടണം, അതിനുള്ള ശക്തി നമുക്ക് കിട്ടണം, അതിനുള്ള ഉറപ്പ് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ നമ്മൾ തയ്യാറാവണം, എന്ത് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. ആ ഒരു കരുത്ത് എന്നിൽ നിറയുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ശക്തനായവൻ എന്നിലൂടെ പ്രവർത്തിക്കട്ടെ. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, വലിയ കാര്യങ്ങൾ ചെയ്യും. ഈ പ്രതീക്ഷയോടെ പ്രത്യാശയോടുകൂടി ഒരിക്കൽ കൂടി നമുക്ക് കാര്യങ്ങൾ ഉയർത്താം. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാനൊന്നും മനസ്സായാലേ അനേകം ആത്മാക്കൾ എനിക്ക് നേടാൻ സാധിക്കും. പക്ഷേ എൻ്റെ ആത്മാവ് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ലോകം മുഴുവൻ നേടിയാലും എനിക്കൊരു പ്രയോജനവും കിട്ടുകയില്ല. അപ്പോൾ ഓരോ നിമിഷവും എൻ്റെ വിളിയെക്കുറിച്ച് ഞാൻ ഓർമ്മ ഉള്ളവളാകണം. അതിനെക്കുറിച്ച് ആ വിളിക്ക് വേണ്ടി ജീവിക്കാൻ, ജീവൻ ത്യജിക്കാൻ ഞാൻ ഒരുക്കമുള്ളവളാവണം. എൻ്റെ മുന്നാലെ, എൻ്റെ മുമ്പിലെ യേശു പോകുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു എന്നെ അനുഗമിക്കുക എന്ന്. 1 യോഹന്നാൻ്റെ 2:6 തിരുവചനം പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയെ നടക്കേണ്ടിയിരിക്കുന്നു. അവൻ നടന്ന വഴി കുരിശിൻ്റെ വഴിയാണ്. അവൻ നടന്ന വഴി
ത്യാഗത്തിൻ്റെതാണ്. അവൻ നടന്ന വഴി സഹനത്തിൻ്റെതാണ്. അവൻ നടന്ന വഴി ചാട്ടവാർ അടികളുടേതാണ്. അവൻ നടന്ന വഴി രക്തം ചിന്തയുടേതാണ്. അവൻ നടന്ന വഴി ഗാഗുൽത്തയിലേക്കുള്ള വഴിയാണ്. അവൻ നടന്ന വഴി ബലിയാകാനുള്ള വഴിയാണ്. അവൻ നടന്ന വഴി ലോകത്തെ മുഴുവൻ ഉണർത്താനുള്ള വഴിയാണ്. ഈ വഴിയാണ് ഞാൻ അനുഭവിക്കേണ്ടത്. അതിനുവേണ്ടി എന്നെ പ്രാപ്തനാക്കുന്ന, എൻ്റെ മുമ്പേ പോകുന്ന യേശുവിനെ കണ്ടുകൊണ്ട് ആ യേശുനാമത്തിൻ്റെ മഹത്വം വിളിച്ചോതുവാൻ എൻ്റെ അധരങ്ങളെയും എൻ്റെ ബുദ്ധിയെയും എൻ്റെ മനസ്സിനെയും എൻ്റെ കഴിവിനെയും എൻ്റെ ശക്തിയെയും നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നതുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്താം. ഒരിക്കൽ കൂടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 പൗലോസ്ലീഹ പറയുന്നു, പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അപ്പോൾ വചനം പ്രസംഗിക്കാൻ വേണ്ടി, പ്രഘോഷിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതിന് വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച്, വചനത്തെ ഉദരത്തിൽ വളർത്തി, വചനമായി ഈശോയെ ലോകത്തിൽ നൽകിയ അമ്മയോട് നമുക്ക് ചേർന്ന് കേൾക്കാം. കാരണം ആ അമ്മയാണ് കുരിശിൻ ചുവട്ടിൽ വെച്ച് പുത്രനെ ഈശോ ഏൽപ്പിച്ചത്. ആ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് രക്തസാക്ഷിത്വം വരിക്കാൻ വേണ്ടി, പുത്രനോട് കൂടി മരിക്കാൻ വേണ്ടി നമ്മെ കരുത്തുള്ളവരാക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മെ ഒരു കുറവുമില്ലാത്തവരായി നിറവുകളായി മാറ്റുന്നതിന് വേണ്ടി അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സിഹൻ ഉത്ശാലയിൽ പ്രാർത്ഥിച്ച് ഒരുക്കിയ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി സകല രക്തസാക്ഷികളോടും ചേർന്ന്, സകല വിശ്വാസ ഗണത്തോടും ചേർന്ന്, ലോകം മുഴുവനുള്ള സർവ്വ സൃഷ്ടി ആലങ്ങളോടും ചേർന്ന് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 അപ്പോൾ നമുക്ക് നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിക്കാം. നമ്മുടെ ഉല്ലാസത്തിൻ്റെ കാരണം, സന്തോഷത്തിൻ്റെ കാരണം കർത്താവ് ഈ ദിവസം എന്തിനു വേണ്ടി ഒരുക്കി, ഈ കാരണങ്ങൾ നമുക്ക് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ മാറാം. ഉള്ള അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി മുട്ടുകുത്തി ശിരസ് വണങ്ങി നമ്മെ തന്നെ വിനീതരാക്കാം. മാമോദീസയുടെ യേശുവിൻ്റെ പ്രേക്ഷിത ദൗത്യം സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നിങ്ങളുടെ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളാകുവാനുമുള്ള ആഹ്വാനവും കൽപ്പനയും സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ദൗത്യം, ഈ നിയോഗം നമ്മൾ എത്രമാത്രം ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ നിർവഹിക്കുന്നുവെന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. പിതാവ് ഈശോ മിശിഹായെ ലോകത്തിലേക്ക് അയച്ചതുപോലെ നമ്മളെയും ഈശോ ലോകത്തിലേക്ക് അയക്കുന്നു, അവിടത്തേക്ക് സാക്ഷികളാകാൻ. ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും നമ്മളെപ്രകാരം അവിടത്തേക്ക് സാക്ഷികളാകുന്നു. സുവിശേഷത്തിൻ്റെ സന്ദേശം നമ്മളെപ്രകാരം ലോകത്തിന് പങ്കുവയ്ക്കുന്നു എന്ന് നമുക്ക് സ്വയം ചോദിക്കാം. സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതമെന്ന് ഏറ്റുപറയുന്ന അപ്പസ്തോലനെ പോലെ പ്രേക്ഷിത ദൗത്യത്തിൽ നിന്ന് നമ്മൾ പിന്മാറുമ്പോൾ നമുക്കും ദുരിതമാണ്. സുവിശേഷത്തിന് സന്തോഷം പങ്കുവയ്ക്കാനുള്ള തിക്കുമുട്ടും അസ്വസ്ഥതകളുമൊക്കെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്നവരായി നമ്മൾ മാറണം.
നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും കടന്നു ചെല്ലുന്നിടത്തുമൊക്കെ നമ്മൾ സ്വീകരിച്ച സുവിശേഷം പങ്കുവെച്ചുകൊണ്ട് യേശുവിന് സാക്ഷികളാകുവാനും അവിടുത്തെ സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യേശുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ, മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ധീരോദാത്തമായി യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ അവർ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിൽ യേശുവിൻ്റെ സാക്ഷികളായി മാറുവാൻ എല്ലാ മിഷണറിമാരെയും അനുഗ്രഹിക്കണമേ എന്നും സഭയുടെ ഈ കാലഘട്ടത്തിലെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളിലും ദൗത്യങ്ങളിലും യേശുവിൻ്റെ അനുഗ്രഹവും ഏറ്റുവാങ്ങുവാൻ വേണ്ടി നമുക്ക് ശിരസ് നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.